വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രദേശത്ത് മഴയുടെ തീവ്രത അളക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലെന്നും ദുരന്ത വ്യാപ്തിക്ക് കാരണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകാത്തതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വയനാട്ടിൽ 29 വില്ലേജുകൾ ഹൈ റിസ്ക് മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളാണെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വയനാട്ടിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മഴമാപിനികൾ സ്ഥാപിക്കണമെന്ന റിപ്പോർട്ടിൽ ആവശ്യമുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെ മഴക്കാലത്തിന് തൊട്ടുമുമ്പ് മാറ്റിയത് തെറ്റായ തീരുമാനമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേസിൽ കക്ഷിയേർന്ന മുഹമ്മദ് ഷായുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചത്. 2019 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ വയനാട്ടിലെ 29 വില്ലേജുകൾ ഹൈറിസ്ക് പ്രദേശമാണെന്നും റിപ്പോർട്ടിലുണ്ടെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വയനാട്ടിൽ ആവശ്യമായ മുൻകരുതൽ എടുക്കാത്തതിനാലാണ് വലിയ ദുരന്തമുണ്ടായത്. ഓറഞ്ച് ബുക്കിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നിട്ടും ശാസ്ത്രീയമായി മഴയുടെ തോത് കണ്ടെത്താനായില്ല. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സംവിധാനമില്ലാത്തതാണ് ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആവശ്യമായ മുൻകരുതൽ എടുക്കാത്തതിനാലാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മഴയുടെ തോത് കൃത്യമായി കണ്ടെത്താനാവാത്ത പഴഞ്ചൻ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ വിമർശനം ഉയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.